Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Fine. എല്ലാവർക്കും ചെറിയ അല്ലെ അവിടെ കേൾക്കാറുണ്ട് നെറ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ട്. എനിവേ എന്തെങ്കിലും ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും നെറ്റ് ഇഷ്യൂസ് വരികയാണെങ്കിൽ മാത്രം നിന്നോളൂ, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇൻ കേസ് ഇച്ചിരി കൂടി എന്തെങ്കിലും അല്ലെ, നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനത്തെ ആയതുകൊണ്ട് എന്തെങ്കിലും അല്ലെ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം നമ്മൾ ചിലപ്പോൾ ക്ലാസ് നിന്ന് പോകും. ഇപ്പൊ നിലവിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും ഓക്കെ അല്ലേ? എന്റെ വോയിസ് ഒക്കെ ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ പോർഷൻ ആണെങ്കിൽ ഇത്തിരി ഡിലേമാണ് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് എടുത്ത് തീർത്തേ പറ്റും. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, വായിച്ചു നോക്കിയായിരുന്നോ നിങ്ങള്? നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയില്ലേ? വീണ്ടും പറയേണ്ടതില്ലല്ലോ. നെക്സ്റ്റ് എവിടെ വരെയാണ് എടുത്ത് നിർത്തിയെന്ന് പറഞ്ഞേക്കാമോ? നമ്മൾ ഏത് പോയിന്റ് വരെയാണ് എടുത്ത് നിർത്തിയത്? സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കൺസെപ്റ്റ് വരെ തന്നെയല്ലേ? ഓക്കെ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് അതായത് നമുക്ക് എടുത്ത് തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അതോറിറ്റൈസേഷൻ അല്ലെ. ഇവിടെ തുടങ്ങേണ്ടതെന്ന് തോന്നുന്നു. അതോറിറ്ററിയനിസം ആൻഡ് ഡോഗ്മാറ്റിസം. അതായത് നമുക്കറിയാം സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അതായത് എന്താണ്, മേലധികാരികളെ എന്താണ് പറയുന്നത് അപ്പാടെ അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും. നമുക്കറിയാം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ ഉള്ളില് വ്യത്യസ്ത ബിഹേവിയർ ഉള്ള എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ബിഹേവിയർ അനുസരിച്ചിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയാണ് അവിടുത്തെ മാനേജ്മെന്റ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവരെന്താണ് നന്നായിട്ട് തന്നെ അല്ലെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. അപ്പൊ നമുക്കറിയാം അതിന്റെ അല്ലെ കൃത്യമായിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താനും സാധിക്കും. അപ്പൊ ഇത്തരത്തില് നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതായിട്ട് പറയുന്നത് ചില ക്യാരക്ടർ അല്ലെ, ചില വ്യക്തികളുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് സ്വേച്ഛാധിപതികളായിട്ട് വാഴണം അല്ലെ, അങ്ങനെയുള്ള ഒരു രീതിയായിരിക്കും. അങ്ങനെ രീതി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ് അവിടെയുള്ള എംപ്ലോയീസ് അത് അനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ട് വരും. ചിലർക്ക് നമുക്കറിയാലേ, ചിലര് കുറച്ച് കർക്കശ നിലപാട് എടുത്താൽ മാത്രമാണ് അവരിൽ നിന്ന് റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവര്? ഉണ്ടാവും. കാരണം ചെറിയ ഒരു ഉഴപ്പം മട്ടലുണ്ടെങ്കിൽ അവിടെയുള്ള ജീവനക്കാർ ചിലപ്പോൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പൊ നോക്കാം, അതെന്താ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ദ extent to which an individual believes that power and status differences and appropriate within hierarchical social systems like organizations. അതായത് നമുക്കൊരു ശ്രേണി ഉണ്ട് അല്ലെ, ഹൈറാർക്കി എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലിലുള്ള ജീവനക്കാരുണ്ട്, അതിന് കീഴിലാണ് നെക്സ്റ്റ് അല്ലെ, അതിന്റെ കീഴിൽ സബോർഡിനേറ്റ് ഉണ്ടാവും, വീണ്ടും അവരുടെ കീഴിലുണ്ടാവും. അങ്ങനെ ഓരോരുത്തരും ഒരു മേലാധികാരികൾ തുടങ്ങി കീഴ്ത്തട്ടിലുള്ള ജീവനക്കാരുടെ ഒരു ഹൈറാർക്കി സിസ്റ്റം ആയിരിക്കും ഏതൊരു ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ അവർ കൊടുക്കുന്ന മേലാധികാരികൾ കൊടുക്കുന്ന ഡയറക്ഷൻ അല്ലെ, അക്സെപ്റ്റ് ഡയറക്റ്റീവ്സ് ഓർ ഓർഡേഴ്സ് ഫ്രം ഹിസ് സുപ്പീരിയർ വിത്ത് മോർ സെവറിറ്റി. അതായത് അവര് പരമാധികാരത്തോട് കൂടിയിട്ടായിരിക്കും മേലാധികാരികൾ അവര് കീഴുദ്യോഗസ്ഥർക്ക് ഓർഡർ ഒക്കെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവര് അക്സെപ്റ്റ് ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടി ആയിരിക്കും. A person who is not a highly authoritarian may agree to carry out appropriate and responsible directives from his boss, but it also likely to raise questions. ചിലപ്പോഴൊക്കെ എന്താണ്, ചിലപ്പോഴെങ്കിലും അല്ലെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഡ്യൂട്ടി ഓവറായിട്ട് തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാറുണ്ട്.
എങ്കിൽ കൂടി മേലധികാരികൾ കൊടുക്കുന്നത് കീഴുദ്യോഗസ്ഥരെ അപ്പാടെ അനുസരിക്കുകയാണ് പ്രധാനമായിട്ടും പല സ്ഥലങ്ങളിലും നടന്നു പോകുന്നത്. അപ്പൊ നമുക്കറിയാം ചില ഓഫീസേഴ്സ് അല്ലെ ചില എംപ്ലോയീസിന് ഈ ഒരു രീതി അവലംബിച്ചാൽ മാത്രമാണ് അവരുടെ എഫേർട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു രീതിയാണ് ഓതറിറ്റേറിയനിസം എന്നുള്ള ആ ഒരു സ്വേച്ഛാധിപരണാവസ്ഥയിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു സെന്റൻസിൽ വീണ്ടും പറയുന്നുണ്ട് എക്സ്പ്രസ് ഡിസ്കാർഡഡ് ആൻഡ് ഈവൻ റിഫ്യൂസ് ടു ക്യാരി ഔട്ട് റിക്വസ്റ്റ് ഇഫ് ദേ ആർ സം റീസൺ ഒബ്ജക്റ്റബിൾ. അതായത് ചിലപ്പോഴെങ്കിലും അവര് ഇത്തരത്തിലുള്ള എന്താണ് നേരിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ നിരസിക്കാറുണ്ട്. പക്ഷെ മാക്സിമം എന്താണ് അവര് മേലധികാരികൾ പറയുന്നത് എന്താണോ അതനുസരിക്കാനായിട്ട് കീഴുദ്യോഗസ്ഥര് തയ്യാറാക്കും എന്നുള്ളതാണ്. ഓക്കെ, എന്താണെന്നുള്ളത് മനസ്സിലായോ? ഒക്കെയാണോ? നെക്സ്റ്റ് നോക്കാം, എന്താണ് ഡോഗ്മാറ്റിസം. അതിലെ പ്രധാനമായിട്ട് നമുക്കറിയാം ഈ ഒരു മേലധികാരികളുടെ ആ ഒരു പവർ കാണിക്കാത്തതിന്റെ നേരെ റിവേഴ്സ് ആണ്, ഒരു ഓപ്പൺ മൈൻഡ് ആണ്. അതായത് സ്വതന്ത്രമായിട്ടൊക്കെ അവർക്ക് ഇടപഴകി ജോലി ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുന്നതാണ്. അപ്പൊ ചിലയിടത്ത് നമുക്കറിയാം ഒരു സ്വാതന്ത്ര്യം കൊടുത്താലാണോ അവരുടെ മാക്സിമം എഫേർട്ട് അവിടെ കാണിക്കുകയുള്ളൂ. ചിലയിടത്ത് ഇത്തിരി കർക്കശമായിട്ടുള്ള നിലപാട് എടുക്കേണ്ടതായിട്ട്. അപ്പൊ ഡോഗ്മാറ്റിസം എന്താണെന്ന് നോക്കാം. ഇസ് ദ stiffness of a person's belief and his or her opens to other viewpoints. അതായത് അവരുടെ കണ്ണില് അല്ലെ ഒരു കാഴ്ചപ്പാടുകളുണ്ട്, അത് ഉൾക്കൊള്ളാനായിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ അവലംബിക്കാനായിട്ട് തയ്യാറാക്കുന്നവരായിരിക്കും ചില എംപ്ലോയീസ്. എല്ലാവരും ആവണമെന്നില്ല, ചിലവരുടെ നേച്ചർ നോക്കുമ്പോൾ എന്താണ് അവർക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്റ്റേജസ് അതായിരിക്കും അവര് ചുറ്റും കൂടി ഇഷ്ടപ്പെടുന്നത് അല്ലെ. തുറന്ന മനസ്സുള്ളവരായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ദ പോപ്പുലർ ടേംസ് ക്ലോസ് മൈൻഡഡ് ആൻഡ് ഓപ്പൺ മൈൻഡഡ്. എന്താണ് നമ്മൾ സാധാരണ പറയാറ്? തുറന്ന മനസ്സുള്ളവര് അല്ലെങ്കിൽ എന്താണ് അടുത്ത മനസ്സുള്ളവര് അങ്ങനെയൊക്കെ പറയില്ലേ നമ്മൾ? ചിലരൊക്കെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ പറയില്ലേ അതോ അവര് നല്ല ഓപ്പൺ മൈൻഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആണ് അല്ലെ, നമുക്ക് എന്ത് വേണമെങ്കിലും തുറന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ മാത്രമേ എന്താണ് മേലുദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് എന്താണെങ്കിലും ഇഷ്യൂസ് ഒക്കെ നമുക്ക് തുറന്ന് പറയാനുള്ള ഒരു അവസരം ലഭിക്കുന്ന രീതിയിലുള്ള എംപ്ലോയീസും ഉണ്ടാകാം. Okay, who are more and less dogmatic in their beliefs. For example, a manager may be unwilling to listen to new ideas for doing something more efficiently. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമുക്കറിയാം എന്താണ് മാനേജേഴ്സ് അല്ലെ ചില പിഴവാശികളൊക്കെ പിടിക്കുന്ന മാനേജേഴ്സ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഉള്ളില് നമ്മൾ കൃത്യമായിട്ട് തന്നെ എംപ്ലോയീസ് പറയും ഇത് ഇച്ചിരി കൂടി കാര്യക്ഷമമായിട്ട് ചെയ്യണമെങ്കിൽ ഇന്ന ഐഡിയാസ് ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അല്ലെ. പുതിയ ന്യൂ ഐഡിയയൊക്കെ മാനേജിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അതായത് നമുക്കറിയാം ഫ്രഷേഴ്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ പുതിയ ഒരു ഇയർലി ബാച്ച് ഒക്കെ ആയിരിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ഐഡിയാസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാനേജേഴ്സിന്റെ മുമ്പിൽ അവർക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പക്ഷെ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അത് എഫിഷ്യന്റ് ആയിട്ട് തന്നെ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്താ പറയുന്നത്? ഹീസ് സെഡ് ടു ബി പേഴ്സൺ ഹു ഈസ് ക്ലോസ് മൈൻഡ് ഓർ ഹൈലി ഡോഗ്മാറ്റിക്. അപ്പൊ അവിടെ എന്താണ് അവരുടെ ഒരു ഓപ്പൺ തുറന്ന മനസ്സ് അവർക്ക് മുമ്പിൽ പ്രതീക്ഷിക്കുമ്പോൾ അവർക്ക് ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് തന്നെ അവരെ വർക്കിനെ അവർ വിചാരിച്ച രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഈ ഒരു ഐഡിയ ആണ് ഡോഗ്മാറ്റിസത്തിൽ വരുന്നത്. മാനേജർ ഇൻ ദ സീൻ എല്ലാം വായിച്ചു പറയണോ? അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത മാതിരി തന്നെ ഒരു ചെറിയ ഐഡിയാസ് അതൊന്നും പോയാൽ മതിയോ? മതിയല്ലേ? കാരണം നമുക്ക് ഇച്ചിരി പോർഷൻസ് കവർ ചെയ്യാനുണ്ട്. ഇതിൽ ചെറിയൊരു പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഡോഗ്മാറ്റിസം ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തേരെ ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. ചിലപ്പോഴൊക്കെ ഡോഗ്മാറ്റിസം ക്യാൻ ബി എയ്തർ അഡ്വാൻറ്റേജസ് ഓർ ഹാർംഫുൾ ടു ആൻ ഓർഗനൈസേഷൻ. അതായത് ചിലപ്പോഴൊക്കെ നമുക്കറിയാം തുറന്ന മനസ്സ് അല്ലെ ചിലർ ചീറ്റ് ചെയ്യുകയും ചെയ്യും അല്ലെ. ഓപ്പൺ മൈൻഡ് ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവരെന്ത് ചെയ്യും? കുറച്ച് അവരെ ചീറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ചിലത് ഓർഗനൈസേഷന് ഗുണം ചെയ്യുന്നതാണ് എങ്കിൽ ചിലത് എന്താണ് ഹാർംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഡോഗ്മാറ്റിസം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. എന്താണ് ഡോഗ്മാറ്റിസം എന്നുള്ളത് ക്ലിയർ ആയോ? അതായത് ഓപ്പൺ മൈൻഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ അല്ലേ? But gives a degree of a chance in the nature of organization and their environment. Individuals who are not dogmatic are most likely to be useful and protective organization members. അതായത് ഒരുപാട് ഓപ്പൺ മൈൻഡ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കാരണം മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. എംപ്ലോയീസ് മിസ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ കുറച്ചൊക്കെ ഓപ്പൺ ഫ്രീ ആവാനായിട്ടുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് എപ്പോഴും ഓർഗനൈസേഷന് നല്ലതാണ്. അപ്പോൾ
അത് മനസ്സിലാക്കി തന്നെ. നമുക്കറിയാം അതില് പ്രധാനമായിട്ടും പറയുന്നുണ്ട് ഇത്തരക്കാര് ഇങ്ങനെയുള്ള ഓപ്പൺ മൈൻഡ് ഉള്ള വ്യക്തികൾക്ക് എന്താണ് മോസ്റ്റ്ലി ലൈക്ലി ടു ബി യൂസ് ഫോർ പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് അല്ലെ. ചില സംഘടനകളുടെ ഒക്കെ നേതൃത്വം വഹിക്കാനുള്ള വ്യക്തികളായിട്ട് തെരഞ്ഞെടുക്കാനൊക്കെ ആയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് മറ്റുള്ളവരോടൊക്കെ തുറന്ന മനസ്സോടുകൂടി ഇടപെടുത്താനും നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനും അല്ലെ വലിയ കുഴപ്പമില്ലാതെ എല്ലാവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെ ഏതൊരു സ്ഥാപനത്തിലും പല രീതിയിലുള്ള വർക്കേഴ്സ് അവിടെ ആവശ്യമാണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോളിസി കൈകാര്യം ചെയ്യുന്ന എംപ്ലോയീസ് ആവശ്യമാണ്. അതേമാതിരി തന്നെ എല്ലാവരോടും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന പേഴ്സൺസ് ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളെ നമുക്കറിയാം ചില കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്താണ് പറയുന്നത് പ്രൊഡക്റ്റീവ് ഓർഗനൈസേഷൻ മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് ഇത്തരത്തിൽ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡോഗ്മാറ്റിസം കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികളെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. ക്ലിയർ ആണോ? ഒക്കെയാണ്. ജസ്റ്റ് വായിച്ചു പൊക്കോളൂട്ടാ. നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. റിസ്ക് പ്രൊപ്പൻസിറ്റി. എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് കിട്ടുന്നില്ലേ? ചെയ്യാൻ പറ്റുന്നില്ലേ? നെക്സ്റ്റ് നോക്കാം. റിസ്ക് പ്രൊപ്പൻസിറ്റി. എന്താണ് റിസ്ക് പ്രൊപ്പൻസിറ്റി എന്ന് പറയുന്നത്? അപകട സാധ്യത അല്ലെ. നമ്മള് റിസ്ക് ഏറ്റെടുക്കാൻ ചിലർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലെ. ചിലർക്ക് റിസ്ക് ഏറ്റെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ചില വ്യക്തികളെ സംബന്ധിച്ച് നമുക്കറിയാം ആ പേഴ്സണെ എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ എംപ്ലോയി ഓക്കെയാണ്, അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ചിലര് പ്രശ്നമാണ്, അവർക്ക് അങ്ങനെ പുതിയ എന്തെങ്കിലും സ്ട്രഗിൾ വരുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസിന് അത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ അല്ലെ. ഇപ്പൊ മാനേജ്മെന്റിന് ഒരു ഐഡിയ ഉണ്ടാവും റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന വ്യക്തികളാണോ അല്ലയോ എന്നുള്ളത്. റിസ്ക് പ്രൊപ്പൻസിറ്റി is the degree to which an individual is willing to take a chance and make risky decisions. അതായത് നല്ല പെട്ടെന്ന് ഒത്തിരി ബുദ്ധിമുട്ടേറിയ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇച്ചിരി കൂടി അപകടം പിടിച്ച എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നവരാണെങ്കിൽ ചില പേഴ്സൺസിന് അത് എടുക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കും. അതായത് എംപ്ലോയീസ് നമുക്കറിയാം തീർച്ചയായിട്ടും ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള എംപ്ലോയീസിന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് നമുക്ക് ഡ്യൂട്ടി ഏൽപ്പിച്ച് കൊടുക്കണം. അത് അങ്ങനെ കൊടുത്താൽ മാത്രമാണ് ഓരോ വ്യക്തികളും അവരുടെ എഫിഷ്യന്റ് ആയിട്ടുള്ള വർക്ക് നമുക്ക് സ്ഥാപനത്തിന് നൽകുകയുള്ളൂ എന്നതാണ്. നമ്മൾ ആ മാനദണ്ഡം വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ. അപകട സാധ്യത എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ അവസരങ്ങൾ ഏറ്റെടുക്കാനായിട്ട് അപകടകരമായിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിലും അത് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു പവറുള്ള വ്യക്തികളാണ്. അപ്പൊ ഉയർന്ന അപകട സാധ്യതയുള്ള ഒരു ആളാണെങ്കിൽ അല്ലെ പുതിയ ആശയങ്ങളൊക്കെ പരീക്ഷിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കാനായിട്ട് നന്നായിരിക്കും അല്ലെ. A manager with a high risk propensity might expected to experiment with a new idea and to lead the organization in the new directions. അപ്പൊ പുതിയ എന്തെങ്കിലും എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാനായിട്ട് അത് ഉൾക്കൊള്ളാനൊക്കെ ആണെങ്കിൽ ഇത്രയും റിസ്ക് കൈകാര്യം ചെയ്യുന്ന പേഴ്സൺസിനൊക്കെ ഏൽപ്പിക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ അവരെ നടപ്പാക്കി കൊണ്ടുവരികയും ചെയ്യും. A manager with a low risk propensity may result in a stagnant and overly conservation organization. അപ്പൊ നമുക്കറിയാം ചിലത് അപകട സാധ്യതമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റാത്ത മാനേജ്മെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ചില പേഴ്സൺസിനെ എംപ്ലോയീസിനെ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്താണത് ഒരു സംഘടനമായി ചിലപ്പോൾ എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം നമുക്കറിയാം. ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിന് നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഉൾക്കൊള്ളേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവിടെ ചിലപ്പോൾ നിലച്ചു പോകും അല്ലെ. ആ സ്ഥാപനം തന്നെ ഡൗൺ ആയി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും റിസ്ക് പ്രൊപ്പൻസിറ്റി ഉള്ള ആൾക്കാരെ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് തയ്യാറാക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെയാണോ? അപ്പൊ പുതിയ ആശയങ്ങളൊക്കെ വരുമ്പോൾ ആരാണ് റിസ്ക് പ്രൊപ്പൻസിറ്റി അത് ഉള്ളവര് തന്നെയായിരിക്കണം അത് കൈകാര്യം ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്താണ് മാച്ചിയവേലിയൻസ്. എന്താണ് മാച്ചിയവേലിയനിസം എന്ന് പറയുന്നത്? മാച്ചിയവേലിയനിസം എന്ന് പറയുന്നത് ഇതേമാതിരി തന്നെ അല്ലെ, ഒരു മാനിപ്പുലേഷൻസ് ഓർ ഇൻഫ്ലുവൻസിങ് ഓഫ് അതർ പീപ്പിൾസ് ആസ് എ പ്രൈമറി വേ ഓഫ് അച്ചീവിങ് വൺസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരാളുടെ ലക്ഷ്യം അല്ലെ നേടിയെടുക്കുന്നതിന് അതിന്റെ ഇടയിൽ മാനിപ്പുലേറ്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ ചില വ്യക്തികൾ തയ്യാറാവാൻ സാധ്യതയുണ്ട് അല്ലെ. നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സ്ഥാപനമായിരിക്കും, പക്ഷെ ചിലര് അതിന്റെ ഇടയിലൊക്കെ കയറി അല്ലെ എന്തെങ്കിലും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഉഴപ്പും കാര്യങ്ങളൊക്കെ വരുത്തി വെച്ചിട്ട്
ചില വിട്ടുവീഴ്ചകൾ ഉണ്ടാക്കി വെക്കാൻ അല്ലെ കൃത്രിമത്വം ഉണ്ടാക്കി തീർക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് ആ ഒരു ഫ്ലോ അവിടെ നഷ്ടപ്പെടുകയാണ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആവുമ്പോൾ നല്ല രീതിയിൽ ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സ്ഥാപനമായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം ആ ഒരു ഫ്ലോ അവിടെ വെച്ച് നിന്ന് പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പറ്റുന്ന വ്യക്തികൾ നോക്കാം എന്താ അവിടെ പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ ടെൻഡ്സ് ടു ബി naturally if he tends to be cool, logical in assessing the system around them, willing to twist and turn facts to influence others, and try to gain control of people, events and situations by manipulating the system to his advantage. അതായത് എന്തെങ്കിലും അല്ലെ വ്യവസ്ഥയിൽ തന്റെ നേട്ടത്തിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് അവിടെയുള്ള ജീവനക്കാർക്ക് എന്തെങ്കിലും സ്വാഭിമാനോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് എല്ലാം നേടാനായിട്ട് സാധിക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മൈൻഡിൽ വെച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അവർ സിറ്റുവേറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് എന്താണ് ആളുകളെ സ്വാധീനിക്കാനൊക്കെ ആയിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള ആളുകളുടെ സംഭവ സാഹചര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനായിട്ട് മാനേജ്മെന്റ് അതിന്റെ ഐഡിയാസ് കൊണ്ടുവരേണ്ടതാണ്. അതായത് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വായിച്ച് മനസ്സിലാക്കാനായിട്ട്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് വായിക്കുക, അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പ്രയാസമായിരിക്കും. ആ ഒരു പോയിന്റ്, ആ ഒരു നാച്ചുവേരിയനിസം എന്താന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കുക. ജസ്റ്റ് വായിച്ചോ. അതായത് നമ്മളെ വ്യത്യസ്ത ക്യാരക്ടർ ഉള്ള പേഴ്സൺസിനെയാണ് ഇപ്പോ, അതായത് വ്യത്യസ്ത അല്ലെ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിത്വമുള്ള പേഴ്സൺസിനെയാണ് നമ്മൾ കാണുന്നത്. ഇത്ര നേരം നമ്മൾ കണ്ടത് ചില പേഴ്സൺസിന് ചില കഴിവുകളുണ്ട്, ആ കഴിവുകളുള്ള വ്യക്തികളെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കാം അല്ലെ. ചില കഴിവുകളുള്ള വ്യക്തികളെ സംഘടനയുടെ നേതൃത്വം വഹിക്കാൻ കൊടുക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിൽ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, മാച്ചിവേരിയനിസം എന്ന് പറയുന്നത് ചില വ്യക്തികൾക്ക് അതിന്റെ ഉള്ളിൽ കയറി എന്താണ് കൊളരാക്രമങ്ങളെ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുമുണ്ട് അല്ലെ. അതാണ് അവിടെ പറയുന്നത്. എന്താണ് അടുത്ത് പറയുന്ന ഒരു കാര്യം, അതിന്റെ ആ ഒരു പോയിന്റ് ഉണ്ട്. ചാൻസ് ടു മേക്ക് റിസ്കി ഡിസിഷൻസ്, സോറി അതിലേക്ക് ട്വിസ്റ്റ് അല്ലെ, ഫീലിംഗ് ടു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഫാക്ട്സ് ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. അതായത് ചില വ്യക്തികളെ അവർക്ക് വളച്ചൊടിക്കാനും ഇതാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന് പറഞ്ഞ് അവരെ പ്രചോദിപ്പിക്കാനായിട്ടും ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന വ്യക്തിത്വങ്ങളും ഉള്ളവരും എന്താണ് ചില സ്ഥാപനങ്ങളില് ജീവനക്കാരായിട്ട് ഉണ്ടാവും. യുക്തിതന്ത്രം ഓക്കെ, അതായത് അതെ ലോജിക്കലായിട്ട് എന്താണ് വളച്ചൊടിച്ച് അവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭാഷ തന്നെയാണ്. അപ്പൊ അതായത് യുക്തിപരമായിട്ട് തന്നെ തന്ത്രങ്ങളിലൊക്കെ ഏർപ്പെടുത്താനൊക്കെ ഉണ്ട്. നന്നായിട്ട് ഫ്ലോ ചെയ്ത് പോകുന്ന നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. പക്ഷെ ചിലരെന്താണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളും അതിലുണ്ടാവും. എന്താണ് ചില എന്താണ് യുക്തിതന്ത്രപരമായിട്ട് ആ സ്ഥാപനത്തിന്റെ ആ പേരൊക്കെ നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാരെ കൊണ്ട് നല്ല മോട്ടിവേറ്റ് ചെയ്ത് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് പകരം റിവേഴ്സ് ചെയ്ത പ്രവർത്തനങ്ങൾ നടപ്പാക്കി കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുള്ള പേഴ്സൺസും അവിടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെ കൺട്രോൾ ചെയ്യണം അല്ലെ. മാനേജ്മെന്റ് തീർച്ചയായിട്ടും അവരെ കൺട്രോൾ ചെയ്യണം, അവരെ നിയന്ത്രണത്തിൽ ഏർപ്പെടുത്തണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്കറിയാം എല്ലാവരും അവരുടെ ആ ഒരു ഫാക്ടിൽ യാഥാർത്ഥ്യം ഇതാണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം തന്നെ ചലിക്കാനും അങ്ങനെ വരുമ്പോൾ ഓർഗനൈസേഷൻ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. ഉണ്ടാവില്ലേ? അപ്പൊ എന്താണ് തീർച്ചയായിട്ടും ഈ ഒരു അല്ലെ ആൻഡ് ട്രൈ ഗെയിൻ കൺട്രോൾ ഓഫ് പീപ്പിൾ. അപ്പൊ ആ അല്ലെ അവര് ആ പീപ്പിൾസിനെ കൺട്രോൾ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും മാനേജ്മെന്റ് മനസ്സിലാക്കി തന്നെ അവർ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവര് എന്താണ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾക്ക് ഈ ഒരു പോയിന്റിൽ എന്താണ് മാനേജ്മെന്റ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ് നിർദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മള് നേരത്തെയൊക്കെ ഒരു ഗുണങ്ങളുള്ളവരെ കണ്ടപ്പോ ഇങ്ങനെ ചീത്ത ഗുണങ്ങളും ഉള്ളവര് ഉണ്ട് എന്നത് മനസ്സിലാക്കി തരാനാണ്. നെക്സ്റ്റ് നോക്കാം, ട്രൈ A and B പേഴ്സണാലിറ്റീസ്.
വ്യത്യസ്ത ഭാഷകളൊക്കെയാണ് അല്ലെ, നമുക്ക് ആ ലാംഗ്വേജ് പിടിച്ചെടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ എഴുതി പോകുന്നുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ട്രൈ എ ആൻഡ് ബി പേഴ്സണാലിറ്റീസ്. എന്താണ് ഇതിൽ പറയുന്നത്? ട്രൈ എ പേഴ്സൺസ് ഫീൽ എ ക്രോണിക് സെൻസ് ഓഫ് എ ടൈം അർജൻസി, ആർ ഹൈലി അച്ചീവ്മെന്റ് ഓറിയന്റഡ്, exhibit a competitive drive and are impatient when their work is delayed for any reason. അതായത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ചില സമയത്തിന് തീർക്കുന്ന അല്ലെ, അവര് അങ്ങനെയുള്ള പ്രകൃതമുള്ളവരുണ്ട്. കാരണം ഒരു നിശ്ചിത സമയം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ സമയത്തിനുള്ള അവർ വർക്ക് ചെയ്ത് തീർക്കും ഉണ്ടാവില്ലേ. ചില വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ആ സമയത്തിന് ചെയ്ത് തീർത്തില്ലെങ്കിൽ അവർ ആകെ ഇംപേഷ്യന്റ് ആണ്, എന്ന് വെച്ചാൽ അക്ഷമരാണ്. അവർക്ക് അത് എങ്ങനെയെങ്കിലും ആ സമയത്തിനുള്ള വർക്ക് ചെയ്ത് തീർക്കണം. അങ്ങനെ ഉള്ള പേഴ്സൺസ് ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള പേഴ്സൺസ്, അങ്ങനെയുള്ള എംപ്ലോയീസ് കമ്പനിക്ക് ഗുണമാണോ ദോഷമാണോ? ഗുണമാണോ ദോഷമാണോ? ഒരു നിശ്ചിത സമയത്തിനുള്ള ഗുണമാണ് അല്ലെ, ഗുണമാണ്, ഗുഡ് ആണ് അല്ലെ. അവരെ സംബന്ധിച്ച് കമ്പനിക്ക് ഗുണമാണ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു ഇതും വരുന്നുണ്ട്. കാരണം ചിലപ്പോ ഒക്കെ അവര് എന്തെങ്കിലുമൊക്കെ സിക്കാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. കാരണം സമയത്തിനുള്ളിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വർക്ക് ചെയ്ത് അവസാനം അവര് സിക്കാനാവാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പൊ എങ്കിൽ കൂടി നമുക്കറിയാം സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാന്ന് പറയുന്നത് തീർച്ചയായിട്ടും മറ്റു നോട്ടത്തില് കമ്പനിക്ക് ഗുണകരമായ കാര്യം തന്നെയാണ്. Type A person feel a chronic sense of time urgency, are highly achievement oriented, exhibit a competitive drive. അപ്പൊ മത്സരത്തിന്റെ ഉള്ളിൽ അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. and are impatient when their work is delayed for any reason. എന്തെങ്കിലും കാരണം കൊണ്ട് വർക്ക് ഡിലേ ആവാണെങ്കിൽ അവര് അക്ഷമരാണ്. Type B persons are easy going individual who do not sense the time urgency and who don't experience കോമ്പറ്റീറ്റീവ്. അതായത് അവർക്കൊരു മത്സര സ്വഭാവം ഒന്നുമില്ല. അവരിങ്ങനെ സമയത്തിന് തീർക്കണമെന്നൊന്നുമില്ല. അവര് സാധാരണ രീതിയിൽ മൂവ് ചെയ്ത് അവരുടെ ഡ്യൂട്ടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരങ്ങനെ സമയത്തിന് തീർത്തില്ല എന്നുള്ള രീതിയിൽ അക്ഷരമല്ല. ഓക്കെ. ടൈപ്പ് എ ഇൻഡിവിജ്വൽസ് ആർ സിഗ്നിഫിക്കന്റ്ലി മോർ പ്രോൺ ടു ഹേർട്ട് അറ്റാക്ക് ടൈപ്പ് ബി ഇൻഡിവിജ്വൽസ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്കറിയാം അല്ലെ, അവിടെ ടൈപ്പ് എ പേഴ്സൺസിനെ സംബന്ധിച്ച് കൂടുതൽ അറ്റാക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരെപ്പോഴും സ്ട്രഗിൾ ആണ് അല്ലെ, ഇത്ര സമയത്തിനുള്ളിൽ എങ്ങനെയും ചെയ്തിരിക്കണം, എപ്പോഴും അങ്ങനെയുള്ള ഒരു മൈൻഡ് ആണ് അവർക്ക് ഉണ്ടാവുക. ടൈപ്പ് എ പീപ്പിൾ ഹെൽപ് ദ ഓർഗനൈസേഷൻ ടു മൂവ് ahead in a relatively short period of a time. They may also suffer health problems which might be harmful to both themselves and the organization in the long run. നമുക്ക് മനസ്സിലാവും. അതായത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് ഗുണകരമായ കാര്യമാണ്. പിന്നെ എന്താണ് സംഭവം, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഏത് തരത്തിലുള്ള പേഴ്സൺസിന്റെ കാര്യമാണ് പറഞ്ഞത്? ഇപ്പൊ ഞാൻ പറയുന്നത് ഏത് ടൈപ്പിലുള്ള എംപ്ലോയീസ് ആണ്? ഹെൽത്ത് പ്രോബ്ലം വരാനും അതേമാതിരി തന്നെ ഓർഗനൈസേഷന് ഗുണകരമായിട്ടുള്ള ടൈപ്പ് എ. കാരണം അവര് സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനായിട്ട് തയ്യാറാകും. കമ്പനിയെ സംബന്ധിച്ച് ഗുണകരമാണ്. അതേസമയം അവർക്ക് ഒരു നെഗറ്റീവ് ഇത് വരുന്നുണ്ട്. ചിലപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടി ഉള്ളൂ. വായിച്ചു നോക്കണ്ടോ? നോക്കേണ്ടതുണ്ടോ? അതില് ചിലപ്പോഴൊക്കെ ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. പ്രോൺ ടു അറ്റാക്ക് ഏത് ടൈപ്പിലുള്ള പേഴ്സൺസിനാണ് അങ്ങനെ വരാൻ സാധ്യത? അപ്പൊ ടൈപ്പ് എ കാറ്റഗറിക്കാണ്. എന്തുകൊണ്ടാണ് ടൈപ്പ് എ കാറ്റഗറിക്ക് അങ്ങനെ പറഞ്ഞതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം അവര് സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ടാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടാണോ അല്ലേ? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കാം. വർക്ക് എത്തിക് ഓറിയന്റഡ്. അത് കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം വർക്കിന്റെ അല്ലെ, നമ്മുടെ ജോലിയിലാണ് അവർ ഫുൾ ടൈം അല്ലെ, അതില് ശ്രദ്ധാലുക്കളായ വ്യക്തികളാണ്. Some individuals are highly work oriented while others try to do the minimum that is requested to get by without being fired on the job. നമുക്കറിയാം കുറെ പേര് വർക്ക് ഓറിയന്റഡ് ആണ്. മറ്റേ കുറച്ച് പേരെ നോക്കി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കർക്കശമായ നിലപാടുകൾ എന്തൊക്കെയാണ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളത്. എക്സ്ട്രീംലി വർക്ക്
ethic oriented persons get greatly involved in the job. നമുക്കറിയാം തീർച്ചയായിട്ടും വർക്ക് അല്ലെ കൂടുതൽ നമുക്ക് എന്താണ് ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവര് ഏത് തരത്തിലുള്ള റിസ്ക് ഏൽപ്പിച്ചു കൊടുത്താലും അവരെങ്ങനെയെങ്കിലും അത് ചെയ്യാനായിട്ട് ശ്രമിക്കും. കാരണം അവർക്കിടെ മൈൻഡിൽ എന്താണ് ജോലി ചെയ്യാം, അതാണ് അവരുടെ അല്ലെ. നമ്മൾ ചിലപ്പോ ഒക്കെ പാരന്റ്സിനെ പറ്റി പറയുക അല്ലെ, അമ്മമാർക്ക് പ്രത്യേകിച്ച് മദേഴ്സിനൊക്കെ എപ്പോഴും വീടുകളിലെ ജോലി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം, റെസ്റ്റ് ഇല്ലാത്തൊരു ഡ്യൂട്ടി ഇതാണെന്ന് പറയും. കാരണം അവർക്കറിയാം നന്നായിട്ട് പോകണമെങ്കിൽ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലെ. നമ്മൾ മിക്കവാറും പാരന്റ്സ് ഇതായതുകൊണ്ട് തന്നെ എല്ലാവരും എപ്പോഴും എന്താണ് അവര് വ്യാപൃതമായിരിക്കും, എന്തില് ജോലിയിൽ എപ്പോഴും വ്യാപൃതമായിരിക്കും. അപ്പൊ എന്ന് പറഞ്ഞ മാത്രം തന്നെ ഏതൊരു സ്ഥാപനത്തിലും ഓർഗനൈസേഷനിലും ഇങ്ങനെ ഫുൾ ടൈം ജോലിയിൽ വ്യാപൃതമായിട്ടുള്ള വ്യക്തികളും ഉണ്ടായിരിക്കും. work ethic values lead to traits of workaholism. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ വർക്ക്ഹോളിസം അല്ലെ, ജോലിയിൽ ഉള്ള ആസക്തി, അതാണ് ഉദ്ദേശിക്കുന്നത്. ജോലിയിലുള്ള ആസക്തിയാണ് വർക്ക്ഹോളിസം എന്ന് പറയുന്നത്. Then work become to be considered as the only primary motive of for living with the very little outside interest. നമുക്കറിയാം കുറച്ച് ബാക്കി ഇൻട്രസ്റ്റുകളൊക്കെ ഉള്ളവർക്ക് ബാക്കി എല്ലാ സമയം ഇതില് അല്ലെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യണം എന്ന് മാത്രമേ, ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം അത്ര ഇൻട്രസ്റ്റ് ഒന്നും അവർക്കില്ല അല്ലെ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നമുക്കറിയാം നന്നായിട്ട് അല്ലെ, കമ്പനിയെ സംബന്ധിച്ച് അങ്ങനെയുള്ളവര് നല്ലതാണോ? അങ്ങനെയുള്ളവരെ കമ്പനിയെ സംബന്ധിച്ച് നല്ലതാണോ അല്ലയോ? നല്ലതാണ് അല്ലെ. കാരണം നമുക്കറിയാം അവർക്ക് കൂടുതൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും താല്പര്യം അല്ലെ. കുറെ സമയം വർക്ക് ചെയ്യാനെങ്കിൽ അവര് ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്ക് വളരെ നല്ല കാര്യം തന്നെയാണ് അല്ലെ. അങ്ങേറ്റം തൊഴിൽ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് അല്ലെ ഈ ഇത്തരത്തിലുള്ള വർക്ക്ഹോളിസം വ്യക്തികളൊക്കെ. അവർക്ക് വാല്യൂ ആണ് അല്ലെ. വർക്ക് എന്ന് പറയുന്നത് അവരുടെ മൂല്യം കൽപ്പിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ ദ ഡെഡിക്കേറ്റഡ് വർക്കർ turning to work can sometimes become valuable alternative to facing non-work related problems. മറ്റു റിലേറ്റഡ് പ്രോബ്ലംസിലൊന്നും ഇവർക്ക് വലിയ താല്പര്യം ഒന്നും ഉണ്ടാവില്ല. അവരുടെ മൈൻഡിൽ എപ്പോഴും എന്താണ് എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ജോലി തന്നെയാണ്. ഹൈ ലെവൽ ഓഫ് വർക്ക് എത്തിക് ഓറിയന്റേഷൻ ഓഫ് members is good for the organization to achieve its goal. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് ഇത്തരക്കാരെ സംബന്ധിച്ച് ഗുണമാണ് അല്ലെ. ടു മച്ച് വർക്ക്ഹോളിസം വിച്ച് മൈറ്റ് ലീഡ് ടു untimely burnout and health problems is dysfunction of both organization and the workaholic members. അതായത് ചില സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അല്ലെ, കുറെ ഇങ്ങനെ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണമെന്ന് സ്ട്രഗിൾ ഉള്ള പേഴ്സണേഴ്സിനെ സംബന്ധിച്ച് അവർ നന്നായിട്ട് മാക്സിമം എഫേർട്ട് അവിടെ എടുക്കും. പക്ഷെ അവിടെ ഹെൽത്ത് ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ മാത്രം തന്നെയാണ് ജോലിയിൽ വ്യാപൃതമായിരിക്കുന്നവരെ സംബന്ധിച്ച് ഇത് തന്നെയാണ്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് അത് ഗുണകരമായ കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള വ്യക്തിത്വമുള്ള എംപ്ലോയീസ് അവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഗുണകരമാണ്. പക്ഷെ നമുക്കറിയാം പിന്നീട് അവര് രോഗികളാവാനായിട്ടുള്ള സാധ്യതകൾ ധാരാളമുണ്ട് എന്നുള്ളതും ഇതുമായി ബന്ധപ്പെട്ടതാണ്. ക്ലിയർ ആയോ? ജസ്റ്റ് അതിന്റെ ഓരോ പേഴ്സണാലിറ്റിയിലും ഓരോ വ്യക്തിത്വം എന്താണെന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതില് ഒരുപാട് ഇത് ചെയ്യണ്ട, കാരണം കുറെ അല്ലെ ഒരുപാട് പോയിന്റ്സ് ഇങ്ങനെ വെച്ച് തന്നെ പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോവുക ഇതിങ്ങനെ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചേക്കണെന്നുള്ളത്. ക്ലിയർ ആയോ? നമ്മളൊരു 10 പോയിന്റ് ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും പോയിന്റ് പറയേണ്ടതുണ്ടോ? ജസ്റ്റ് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിലും ഒന്ന് ചോദിക്കാം കേട്ടോ, പെട്ടെന്നായിക്കോട്ടെ. ക്ലിയർ ആണ്? കണ്ടിന്യൂ ചെയ്ത് പോകട്ടെ. 10 പോയിന്റും എന്താണെന്നുള്ളത് ഓരോന്നിനെ ഐഡിയ കിട്ടിയാൽ മതി നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പേഴ്സണാലിറ്റി ഡയമെൻഷൻസ്. എന്താണ് പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് എന്ന് പറയുന്നത്? ഇത്തരത്തിലുള്ള വ്യക്തിത്വത്തിന്റെ അളവ് അല്ലെ, അളവ് കോലാണ് നമ്മൾക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ഓക്കെ, അതെങ്ങനെയാന്ന് നോക്കാം. The big 5 personality dimensions are extraversion, then agreeableness, then എന്താണ് conscientiousness, then
ഇമോഷണൽ സ്റ്റെബിലിറ്റി ആൻഡ് ഓപ്പൺസ് ടു എക്സ്പീരിയൻസ്. അതായത് 5 തരത്തിലുള്ള എന്താണ് പേഴ്സണാലിറ്റി, വ്യക്തിത്വത്തിന്റെ അളവുകോലാണ് ഇവിടെ പറയുന്നത്. നമുക്ക് എന്താണ് പറയുക, മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഇത്ര വലിയ ഭാഷയൊന്നുമില്ല. അതായത് പുറം ലോകമായിട്ട് വീക്ഷണമുള്ള വ്യക്തികളുണ്ട് അല്ലെ, അത് പുറം ലോകമായിട്ടുണ്ട്. ദെൻ എന്താണ് സമ്മതത്തോടുകൂടി അഗ്രിബിൾനെസ്. ദെൻ എന്താണ് നെക്സ്റ്റ് പറയുന്നത് മനസാക്ഷി അല്ലെ, മനസാക്ഷിയുള്ള വ്യക്തിത്വമുണ്ട്. നമുക്കറിയാം അവരുടെ മനസാക്ഷിയുടെ അളവനുസരിച്ചിട്ട് അവർക്ക് എന്താ നമ്മളിപ്പോ ഒരു ജോലി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഓരോരുത്തർക്കും എന്താണ് വ്യക്തിപരമായിട്ടൊരു മനസാക്ഷിയുണ്ട്, എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണം അല്ലെ. അതേമാതിരി തന്നെ നമ്മൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഒരു സമ്മതമുണ്ട്, ഇത്രയും ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് റിട്ടേൺ കിട്ടുക അല്ലെ. അതേമാതിരി തന്നെ എക്സ്ട്രാവേഷൻ എന്ന് വെച്ചാൽ എന്താണ് പുറം ലോകം അല്ലെ, നമുക്ക് പുറമെ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന കുറച്ച് വേറെ എക്സ്ട്രാ നമുക്ക് ബെനിഫിറ്റുകളും കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു എഗ്രിമെന്റ് കൂടാതെ തന്നെ മറ്റ് ബെനിഫിറ്റുകളും ഓർഗനൈസേഷനിലൊക്കെ നമ്മൾ നേടുന്നുണ്ട്. പിന്നെ ഇമോഷണൽ സ്റ്റെബിലിറ്റി, അതായത് വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം ആ ഒരു സ്ഥാപനത്തിനോട് നമുക്ക് ഉണ്ടാവില്ലേ? ഇതൊക്കെ ശരിയല്ലേ? ഒരു സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവും അല്ലെ. അത് എന്താണ് നമ്മളൊരു സമ്മതത്തോടു കൂടിയിട്ടായിരിക്കും ഒരു ജോലിയെ പ്രവേശിക്കുക. നമുക്ക് ആ ജോലിയുമായിട്ട് ഒരു മനസ്സാക്ഷി ബന്ധമുണ്ടായിരിക്കും, നമുക്കൊരു വൈകാരിക ബന്ധമുണ്ടായിരിക്കും. പിന്നെ അതേമാതിരി തന്നെ പുറം ലോകമായിട്ട് അല്ലെ, എക്സ്ട്രാവേർഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ഡിസ്കഷൻ ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അതില് ജസ്റ്റ് അല്ലെ ഓരോ ഇതിലും അളവുകോൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്ന നേട്ടം, നമ്മൾ സാധാരണയായിട്ട് സാലറി മാത്രമല്ല നമ്മൾ അവിടെ നിന്ന് നേടുന്നത് പല വ്യത്യസ്ത കാര്യങ്ങൾ ഓർഗനൈസേഷനും നേടുന്നുണ്ട്, തീർച്ചയായിട്ടും അവിടെയുള്ള ഓരോ എംപ്ലോയിയും നേടുന്നുണ്ട്. നോക്കാം നെക്സ്റ്റ്, ഐഡിയലി ദീസ് പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ദാറ്റ് correlate positively and strongly with the job of performance would be helpful in the selection, training and appraisal of employees. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത് തീർച്ചയായിട്ടും എന്താണ്, ഈ വ്യക്തിയെ ഓരോ എംപ്ലോയിനെയും അല്ലെ, ഈ വ്യക്തിക്ക് ഇപ്പൊ നമ്മളൊരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രെയിനിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ മാനേജ്മെന്റിന് മനസ്സിലാക്കിയെടുക്കാൻ, ഓക്കെ ഇവർക്ക് നല്ല നോളജ് ഉണ്ട്, പുറംലോകമായിട്ടൊക്കെ ഉള്ള ഒരു നല്ല വീക്ഷണം അല്ലെ, ഒരു പ്രത്യേക കഴിവ് ഇദ്ദേഹത്തിനുണ്ട്, ഓക്കെ അവരുദ്ദേശിച്ച സമ്മതത്തോട് കൂടിയിട്ട് ജോലി ചെയ്യാനായിട്ട് ഇദ്ദേഹം തയ്യാറാവും. then എന്താണ് അവർക്ക് എന്താണ് ഒരു അല്ലെ ഒരു എന്താ പറയാ ഒരു മനസാക്ഷി മനസ്സിലാക്കി തന്നെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ഈ എന്താണ് ഇമോഷൻ അല്ലെ, വൈകാരിക ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ എന്താണ് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരെ അപ്രൈസ് വിലയിരുത്തുകയും അവരെ സെലക്ട് ചെയ്യുമ്പോഴൊക്കെ അത് കൃത്യമായിട്ട് തന്നെ പോസിറ്റീവ്ലി അവർക്ക് വിലയിരുത്താനായിട്ട് സാധിക്കും എന്നുള്ളത്. Ideally, these personality dimensions that correlate positively and strongly with the job performance would be helpful in the selection, training and appraisal of employees. The individuals who exhibit traits associated with the strong sense of purpose, obligation and then persistence generally perform better than those who do not. അതായത് നമ്മളിപ്പോ കണ്ട് അല്ലെ ഇത്തരത്തിലുള്ള ഒരു സെലക്ഷനൊക്കെ നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓരോ വ്യക്തിക്കും ഓരോ ഡ്യൂട്ടി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് അവർക്ക് ഓരോ കാര്യങ്ങളല്ലേ നമ്മൾ സാധാരണ രീതിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഇവര് സ്ഥിരോത്സാഹികളാണോ അല്ലെ, അവർക്ക് എക്സ്ട്രാ അവരുടെ കടമകളൊക്കെ നിയന്ത്രിക്കുന്ന എന്താണ് അവർക്ക് ചെയ്യാനായിട്ട് അല്ലെ, ശക്തമായ ഒരു ലക്ഷ്യബോധവും അല്ലെങ്കിൽ കടമ നിർവഹിക്കാനുള്ള ഒരു സ്ഥിരോത്സാഹമുള്ളവരാണോ, അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഇടപെടുക്കാനായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ പ്രകടിപ്പിക്കാനായിട്ട് അതൊക്കെ ഇവർക്ക് ചെയ്യാൻ അല്ലെ, അത് മികച്ച പ്രകടനം അവർക്ക് കാഴ്ചവെക്കാനൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മളൊരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാക്കാനും സാധിക്കും, അതോടൊപ്പം തന്നെ ഈ എംപ്ലോയീസിന് അത് നേടിയെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോ ഈ അളവുകോൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റിന് ഇവരെ മനസ്സിലാക്കിയെടുക്കാനും സാധിക്കും, ഇവർക്ക് തീർച്ചയായിട്ടും എന്താണ് അവിടെ പ്രദർശിപ്പിക്കാനും അല്ലെ. The individuals who exhibit traits associated with the strong sense of a purpose, അവർക്ക് നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെ അവരുടെ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കും, അവരുടെ കടമകൾ നിർവഹിക്കാനായിട്ട് സാധിക്കും, അതോടൊപ്പം തന്നെ സ്ഥിരോത്സാഹം അല്ലെ ജനറലി പെർഫോം, അവർക്ക് റെസിസ്റ്റൻസ് ഒരു സ്ഥിരോത്സാഹമൊക്കെ കൃത്യമായിട്ട് തന്നെ പെർഫോം ഒക്കെ ചെയ്യാനായിട്ട് അവർക്ക് ഇതുകൊണ്ട് സാധിക്കുമെന്നതാണ്. ഇതാണ് പേഴ്സണാലിറ്റി ഡയമെൻഷനിൽ പറയുന്നത്. അതായത് നമ്മളൊരു അളവ് പോലെ അവരിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കൊടുക്കുന്ന അവസരത്തിൽ തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള റിട്ടേൺ മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും എന്താണ് ഇവർക്ക് അല്ലെ ഓരോ എംപ്ലോയിക്കും എന്താണുള്ളതെന്ന് അവരെ വ്യക്തമായിട്ട് പ്രകടിപ്പിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉണ്ടാവില്ലേ? ശരിയാണോ? ഓക്കെ, എന്താണ് ജസ്റ്റ് അത്രേ പറയുന്നുള്ളൂ പേഴ്സണാലിറ്റി ഡയമെൻഷൻ എന്നുള്ള ഒരു അളവുകോലിന്റെ ഉള്ളില്.
then നമുക്കൊരു വേറൊരു ടോപ്പിക് ആയിട്ട് വരികയാണ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് റിലേറ്റഡ് ആണ് അല്ലെ? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് മനോഭാവം എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. വേഗം എടുത്തു പോവുകയാണ്. ഇതാണ് ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് എവിടെ കണക്ട് ചെയ്യുന്നൊക്കെ ഉള്ള ഒരു രീതി വരെയുണ്ട്. എന്തെങ്കിലും ജസ്റ്റ് വായിച്ചു നോക്കാം. ഇപ്പൊ തന്നെ മനസ്സിലാക്കി തന്നെ പോവുക. ണോ? ഇമ്പോർട്ടന്റ് ആയത് അണ്ടർലൈൻ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അതില് ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ബിഗ് 5 പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ആണ്. അത് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. മിക്കവാറും ഓൾ ഓഫ് ദി ഇപ്പം നമുക്കുള്ള രീതിയിൽ കണ്ടേക്കണത്. എന്നാലും നിങ്ങൾ 5 അല്ലെ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അതിലെ പ്രതീക്ഷിക്കാവുന്നതില് കഴിഞ്ഞ നമ്മൾ എടുത്തു പോയപ്പോഴൊക്കെ പോയതെന്നുള്ളതാണ്. നമുക്ക് ആറ്റിറ്റ്യൂഡിലേക്ക് പോകാം. ഓക്കെ അല്ലേ? ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായി മനോഭാവം അല്ലെ? എന്റെ മനോഭാവം ആയിരിക്കില്ല നിങ്ങളുടെ മനോഭാവം അല്ലെ? നമ്മളിപ്പോ ഒരു കുട്ടിക്ക് ഒരു വയ്യായിക വന്നു. ഇപ്പൊ കുട്ടിയുടെ അമ്മയ്ക്ക് ഉണ്ടാവുന്ന മനോഭാവം ആയിരിക്കില്ല പുറത്തുനിന്ന് ഉണ്ടാവുന്ന വ്യക്തികൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചു, അപ്പൊ അവരുടെ റിലേറ്റീവിന് ഉണ്ടാവുന്ന മനോഭാവം ആയിരിക്കില്ല പുറത്തുനിന്നുള്ളവർക്ക് അല്ലെ? ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? കാരണം നമ്മൾ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കായിരിക്കും കൂടുതൽ അവരോട് ഉണ്ടാവുന്ന ഒരു പ്രത്യേക അല്ലെ ആ വൈകാരിക ബന്ധങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മനോഭാവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. സിംപ്ലി എക്സ്പ്ലെയിൻഡ് ആൻ ആറ്റിറ്റ്യൂഡ് ഈസ് ആൻ ഇൻഡിവിജ്വൽസ് പോയിന്റ് ഓഫ് വ്യൂ. ഓരോരുത്തരുടെയും കാഴ്ചപ്പാടാണ് ഓർ ആൻ ഇൻഡിവിജ്വൽസ് വേ ഓഫ് ലുക്കിംഗ് അറ്റ് സംതിങ്. Or to be more explicit, an attitude may be explained as the mental state of an individual which prepares him to react or make him behave in a particular predetermined way. അതായത് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള മനോഭാവമായിരിക്കും അല്ലെ? അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതായിരിക്കും അവർ പ്രകടമാക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളുടെ മൈൻഡിൽ അറിയാവുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തതാണെങ്കിൽ നമ്മുടെ മനോഭാവം വ്യത്യസ്തമായിരിക്കും അല്ലെ? അതേസമയം നമുക്ക് അറിയാൻ പാടില്ലാത്തവരുടെ വ്യത്യസ്തമായിട്ടുള്ള മനോഭാവമായിരിക്കും. അതാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഫാക്ട്, ഒരു റിയാക്ഷൻ വരുന്നതിന് കാരണം, ഒരു റിയാക്ഷൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് പ്രീ പ്ലാൻഡ് ഉണ്ടായിരിക്കണം അല്ലെ? ഇത് നേരത്തെ കൂട്ടി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ മനോഭാവം നേരത്തെ കൂട്ടി. ഇപ്പോ ഒരു മാനേജേഴ്സ് ഒരു ഡ്യൂട്ടി ഒരു വ്യക്തികൾക്ക് കൊടുക്കുകയാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്കറിയാലേ ചിലത് ചെയ്ത് തീർത്തില്ല എങ്കിൽ ഓക്കെ മിക്കവാറും നമുക്ക് പണിഷ്മെന്റ് കിട്ടും, നമുക്ക് വഴക്ക് കിട്ടും. അങ്ങനെ ഒരു നമുക്ക് നേരത്തെ കൂട്ടി അറിയാം അത് അല്ലെ? അപ്പൊ ആ ഒരു റിയാക്ഷൻ, അപ്പൊ അവരുടെ മനോഭാവം എന്തായിരിക്കുമെന്ന് നേരത്തെ കൂട്ടി ഒരു ഐഡിയ ഉണ്ട്. കാരണം എന്തുകൊണ്ടാ? അത് നമുക്കറിയാവുന്നത് കൊണ്ട്. എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്കറിയാം ഈ മനോഭാവം മിക്കവാറും ആ സാറിന്റെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അത് പ്രീ പ്ലാൻഡ്. അതാണ് നെക്സ്റ്റ് ഇതിൽ പറയുന്ന പ്രീ ഡിറ്റർമിൻഡ് വേണ്ടി എന്ന് വെച്ചാൽ അത് നേരത്തെ കൂട്ടി അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം ചില മനോഭാവങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? നേരത്തെ കൂട്ടി നമ്മുടെ മൈൻഡിൽ തന്നെ മനസ്സിലാക്കി വരുന്നതാണ്. ഓരോരുത്തർക്കും വ്യത്യസ്ത മനോഭാവങ്ങളാണ് എന്നുള്ള കാര്യമാണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയത്. ഓക്കെ, അതാണ് ജസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മനോഭാവം. സിംപിളി അത്രയും മനസ്സിലാക്കാനേ ഉള്ളൂ. നെക്സ്റ്റ് അതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് നോക്കാം. വായിച്ചു നോക്കണോ? വായിച്ചു നോക്കേണ്ടതുണ്ടോ? ഓക്കെ,
നെക്സ്റ്റ് നോക്കുക. an attitude is defined as a learned ഈ ഡെഫിനിഷൻസ് മിക്കപ്പോഴും കാണാറുണ്ട്. ഇനിയുള്ളതിലൊക്കെ ഒരു കുറെ ഡെഫിനിഷൻസ് വരും. ആറ്റിറ്റ്യൂഡ് ഡെഫിനിഷൻ ഉണ്ട്, അടുത്ത് നമ്മൾ എന്ത് പഠിക്കണം അതിലെ ഡെഫിനിഷൻ ഉണ്ട് അല്ലെ. ഓരോ ഇതുകളുണ്ട്. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെയും ആ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം മിക്കപ്പോഴും ആ ഒരു കാര്യം ചോദിച്ചിട്ട് അതിന്റെ അണ്ടറിൽ പല പല മാറ്റേഴ്സ് തരും. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ ജോബ് ഓറിയന്റേഷൻ ആണ് എന്താണെങ്കിലും അല്ലെ. ജോബ് പല കാര്യങ്ങൾ ഉണ്ടാവും എന്ന് പറയാൻ കാരണം ഇപ്പൊ ലേണിംഗ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറെ ഇതുകൾ ഉണ്ടാവും അല്ലെ, ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പൊ അത് ഏതാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. കാരണം ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നാച്ചുറലി നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡെഫിനിഷൻസ് ഒക്കെ മാർക്ക് ചെയ്ത് പോവാം. നോക്കാം. ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് an attitude is defined as a learned predisposition to respond in a consistently favorable, unfavorable manner with respect to an given object. ചിലപ്പോ എന്താണ് ഒരു ലക്ഷ്യത്തിലേക്ക് ചിലപ്പോൾ നമുക്കത് നല്ല മനോഭാവമായിരിക്കും, അൺഫേവറബിൾ ആയിട്ടുള്ള മനോഭാവമായിരിക്കും. അത് നേരത്തെ കൂട്ടി നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നതാണ് അല്ലെ. നമുക്കറിയാം ഇന്നത് ഓക്കെ നന്നായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ സാറിന്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ നമുക്കറിയാം ഗുഡ് എന്ന് പറയാം. ഇൻ കേസ് നമുക്ക് റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്കറിയാം അദ്ദേഹം തീർച്ചയായിട്ടും നമ്മളെ അല്ലെ സ്ട്രഗിൾ എന്തെങ്കിലും പണിഷ്മെന്റ് തരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ മനോഭാവങ്ങൾ നേരത്തെ കൂട്ടി നമുക്ക് നിശ്ചയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫൈൻഡ് ആസ് എ ലേൺഡ് predisposition to respond in a constantly favorable, unfavorable manner with respect to a given object. Okay, clear അല്ലേ? ക്ലിയർ ആയോ? അത് മാർക്ക് ചെയ്ത് പോവുക. ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കാം. Then stands are a complex of beliefs and feelings that people have about specific ideas, situations or other people. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ നമുക്ക് നേരത്തെ കൂട്ടിയത് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഈ ഓരോരുത്തരുടെയും മനോഭാവം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിരിക്കും. അത് ഓരോ ഘടകങ്ങളെ ആശ്രയിച്ചിട്ടായിരിക്കും അല്ലെ. ഓരോരുത്തരുടെയും ഫീലിങ്സിനെയും മനോഭാവങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും ആ ഐഡിയാസുകൾക്കൊക്കെ വ്യത്യസ്ത മനോഭാവങ്ങൾ വരാനായിട്ടുള്ള സാധ്യത. Then എന്താണ് ആറ്റിറ്റ്യൂഡ് ആർ ഇമ്പോർട്ടന്റ് ബിക്കോസ് ദേ ആർ ദ മെക്കാനിസം ത്രൂ വിച്ച് മോസ്റ്റ് പീപ്പിൾ എക്സ്പ്രസ് their ഇമോഷൻസ്. മനോഭാവങ്ങൾ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം വൈകാരികമായിട്ട് നമുക്കറിയാം ചില കമ്പനികളിൽ ചില വർക്കുകൾ ചെയ്യാനായിട്ട് നമ്മൾ ഇപ്പൊ ഇൻ കേസ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്താണ് ചില പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരോട് ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള മനോഭാവം പുലർത്തുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു മനോഭാവം പുലർത്തുന്നത് എപ്പോഴും ഹോസ്പിറ്റൽ നല്ല ഒരു സർവീസ് കാഴ്ചവെക്കാനായിട്ട് ഇപ്പൊ നഴ്സുമാരാണെങ്കിൽ അങ്ങനെ ഒരു സിമ്പത്തറ്റിക് മനോഭാവം ഉള്ള നഴ്സുമാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ആ മാനേജ്മെന്റ് നല്ലതാണ്. കാരണം അവർക്ക് നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവർ തയ്യാറാവും അല്ലെ. ഒരു പരുഷമായിട്ടുള്ള ഒരു രീതിയായിരിക്കില്ല അവര് അവലംബിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പേഴ്സൺസിനെ അവർക്ക് താല്പര്യമായിരിക്കും. കാരണം എന്താണ് അവര് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവമാണ് ഓരോ പേഷ്യന്റിനും കാഴ്ചവെക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഇത് ആറ്റിറ്റ്യൂഡിന്റെ കമ്പോണൻസിൽ 3 ഇതായിട്ടാണ് വരുന്നത്. ഷോർട്ടാക്കി പറയുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. അപ്പൊ നോക്കാം. അതില് പറയുന്നത് 3 എലമെന്റ്സ് ആണ്. നെയ്മലി അഫക്റ്റീവ് കമ്പോണന്റ്, ദെൻ കോഗ്നിറ്റീവ് കമ്പോണന്റ് ആൻഡ് ഇനീഷ്യൽ കമ്പോണന്റ്. അപ്പൊ 3 എണ്ണമാണ് ഉള്ളത്. അഫക്റ്റീവ്, കോഗ്നിറ്റീവ് ആൻഡ് ഇനീഷ്യൽ കമ്പോണന്റ്. അങ്ങനെ 3 കമ്പോണൻസ് ആണ് ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്നത്. അതിന്റെ മലയാളം മീനിങ് ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് വൈകാരിക ഘടകമായിട്ട് വരുന്നത് 3 കാര്യങ്ങളാണ്. വൈകാരിക ഘടകം, വൈജ്ഞാനിക ഘടകം, ഉദ്ദേശ ഘടകം. ഓക്കെ, വൈകാരിക ഘടകം, വൈജ്ഞാനിക ഘടകം, ഉദ്ദേശ ഘടകം. ഓക്കെ, അതില് എന്തെങ്കിലും കിട്ടിയോ? ഓക്കെ, ആദ്യത്തേത് സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം.
ഇനി അതിന്റെ ആ ഒരു മീനിങ് ഒന്നും കൂടി നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് മാറ്റി എഴുതിക്കോളൂ. കാരണം നിങ്ങൾക്ക് ഇച്ചിരി കൂടി മനസ്സിലാവുന്ന ഭാഷ എനിക്ക് തോന്നണം. സ്വാധീനിക ഘടകം ഫസ്റ്റ് അഫക്റ്റീവ് കമ്പോണന്റ് എന്ന് പറയുമ്പോൾ സ്വാധീനിക ഘടകം കൊടുക്കാം. നെക്സ്റ്റ് നോക്കാം എന്താണ് ഉദ്ദേശിച്ച ഘടകം, അതായത് ഉദ്ദേശീയ ഘടകം. വൈജ്ഞാനിക ഘടകം. ഓക്കെ ആണോ? അതില് ഫസ്റ്റ് സ്വാധീനിക ഘടകം എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ മനോഭാവം. ആ സ്വാധീനിക ഘടകം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് സാഹചര്യങ്ങളോട് നമ്മൾക്ക് എന്ത് തോന്നുന്നു. നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് അല്ലെ ഒരു വ്യക്തി വയ്യാതെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തോട് നമുക്ക് എന്ത് തോന്നുന്നു, അതായത് ഒരു നേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്താണ് ആ വ്യക്തിയോട് തോന്നുന്നത്. ചിലർക്ക് നമുക്കറിയാം ഡ്യൂട്ടി ചെയ്യണം എന്നുള്ള വ്യഗ്രത മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് എങ്ങനെയെങ്കിലും ഡ്യൂട്ടി ചെയ്യണം അത്രയും മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ചിലർക്ക് പക്ഷെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം അല്ലെ ആ വ്യക്തിയെ ചിലപ്പോൾ നമ്മളുടെ ബ്രദറായിട്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നലോട് കൂടിയിട്ടുള്ള ഒരു വൈകാരിക ബന്ധമുണ്ടാവും അല്ലെ. അത് വ്യത്യസ്തമായിട്ടുള്ള മനോഭാവങ്ങളാണ്. അപ്പൊ സാഹചര്യത്തോട് നമുക്ക് എങ്ങനെ തോന്നുന്നു അതാണ് സ്വാധീനിക ഘടകമായിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അഫക്റ്റീവ് കമ്പോണന്റ് അല്ലെ. അഫക്റ്റീവ് കമ്പോണന്റ് പറയുന്നത് ഹൗ വി ഫീൽ ടുവാർഡ്സ് ദ സിറ്റുവേഷൻ. ആ സിറ്റുവേഷനോട് ആ സാഹചര്യത്തോട് നമുക്ക് എന്ത് തോന്നുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കാം ആ വ്യക്തിയോട്. പിന്നെ നമ്മളിപ്പോ ആക്സിഡന്റ് ആയിട്ട വ്യക്തിയോട് നമ്മളെ എങ്ങനെ പെരുമാറുന്നു അല്ലെ, നമ്മളെ എന്ത് തോന്നുന്നു, നമ്മുടെ ആദ്യത്തെ ആറ്റിറ്റ്യൂഡ് അതാണ്. നെക്സ്റ്റ് എന്താണ് ഇന്റൻഷണൽ കമ്പോണന്റ്. ഇന്റൻഷണൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഹൗ വി ഇന്റൻഡ് ടു ബിഹേവ് ടുവേഴ്സ് ദ സിറ്റുവേഷൻ. ആ സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു. ഓക്കെ അല്ലേ? ആ സാഹചര്യത്തോട് അപ്പൊ നമ്മൾക്കറിയാം ഒരു വൈകാരിക ബന്ധമുള്ളവരെന്താണ് ആ രീതിയിൽ തന്നെ അവരൊന്ന് സമാധാനിപ്പിച്ചിട്ടും ആശ്വസിപ്പിച്ചിട്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോ അവരോട് പെരുമാറുന്നത്. അല്ലെങ്കിൽ മറ്റു ചിലര് ചിലപ്പോൾ അവരുടെ ഡ്യൂട്ടി നിർവഹണം മാത്രമായിരിക്കും ചെയ്തു പോകുന്നത്. ക്ലിയർ ആവുന്നില്ലേ? നെക്സ്റ്റ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് കമ്പോണന്റ്, അതായത് വൈജ്ഞാനിക ഘടകം. വൈജ്ഞാനിക ഘടകം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു, എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയത്. കാരണം നമ്മൾ ആദ്യം തന്നെ ഒരു ഫീലിങ്സ് വരികയാണ്, ദെൻ അങ്ങനെ ആ സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ മനോഭാവത്തിൽ നിന്നാണ് നമുക്ക് അങ്ങനെ തോന്നിയത് അല്ലെ. നമുക്ക് ആ നല്ലൊരു മനോഭാവം ഉണ്ടെങ്കിലാണ് അവരോട് അങ്ങനെ ഇടപെടുക്കാൻ തോന്നുന്നത്. അതല്ല നമ്മുടെ ഡ്യൂട്ടിക്കാണ് പ്രിഫറൻസ് എങ്കിൽ നമ്മൾ ആ ഡ്യൂട്ടി നിർവഹിച്ചിട്ടാണ് പോകുന്നത്. അത് നമ്മുടെ ആദ്യത്തെ എടുക്കുന്ന ആ ഒരു മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു പോകുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? 3 കമ്പോണന്റ് ആണ്, എലമെന്റ് ആണ് ഉള്ളത്. ഫസ്റ്റ് എന്താണ് അഫക്റ്റീവ് കമ്പോണന്റ്, ദെൻ ഇന്റൻഷണൽ കമ്പോണന്റ്, ദെൻ കോഗ്നിറ്റീവ് കമ്പോണന്റ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. The affective component of an attitude reflects feeling and emotion that an individual has towards a situation. Okay, നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു ആക്സിഡന്റ് ആണ്. ആ ആക്സിഡന്റില് ആ സിറ്റുവേഷനെ കണ്ടിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഇമോഷൻസ് വന്നത്. The cognitive element of an attitude is developed from knowledge that an individual has about the situation. ആ സിറ്റുവേഷന്റെ ആ ഒരു അറിവ് അല്ലെ, ഒരു ആക്സിഡന്റ് വന്നത് കൊണ്ടാണ്, ആ ഒരു അറിവും കൂടി കിട്ടിയത് കൊണ്ടാണ് നമ്മൾ ആ ഒരു നിലപാടിലേക്ക് എത്തിയത്. Then finally the intention component of an attitude reflect how an individual expect to behave towards or in the situations. പിന്നെ നമ്മൾ അവരോട് ആ ഒരു രീതിയിൽ എന്താണ് നല്ലൊരു സമീപനമാണോ അല്ലെ. നമുക്ക് 2 ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആദ്യം വന്ന് ചോദിച്ചെന്ന് വെച്ചാലും പ്രശ്നമില്ല. നമ്മൾ എന്താണ് ആദ്യത്തെ നിലപാട് മൈൻഡിലേക്ക് വരുമ്പോഴായിരിക്കും ആ വ്യക്തിയോട് നമ്മൾ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളിലേക്ക് വരിക അല്ലെ. ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പെർഫെക്ഷൻ വരുന്നത് നമ്മുടെ മനോഭാവത്തിന്റെ റിഫ്ലക്ഷൻ ആയിരിക്കും അല്ലെ, അതിന്റെ ഒരു പ്രതിഫലനമായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ വരുന്നത്. ഓക്കെ, അതാണ് ജസ്റ്റ് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ്ലി നമുക്ക് വരുന്ന മനോഭാവമാണ്. ദെൻ ആ മനോഭാവത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിലേക്ക് അത് നിക്ഷിപ്തമാകുന്നത്. Then for example, attitude towards a company that provides, in case നമ്മൾ ഇതിപ്പോ കമ്പനിയുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു സ്ഥാപനം അല്ലെ, ഒരു ഓർഗനൈസേഷനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ that provides the products then inconsistently and of low quality could be described as follows. അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ ഇത്തരത്തില് അല്ലെ നല്ല ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കി തന്നെയായിരിക്കും ചിലപ്പോ എന്താണ്
അവിടെയുള്ള പ്രൊഡക്ഷൻ കാര്യങ്ങളിലേക്ക് ഒരു ഉത്പാദന കാര്യങ്ങളിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വാളിറ്റി ഗുണപരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കും. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് നന്നാവണമെങ്കിൽ അതിനെന്താണ് ഗുണാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനമായിരിക്കണം അവിടെ കാഴ്ചവെക്കേണ്ടത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വീണ്ടും വരികയാണ്. നോക്കാം. ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് കമ്പനി എഫക്റ്റീവ് കമ്പോണന്റ്. അതായത് എന്താണ് അവിടെ വരുന്നത് അല്ലെ, പ്രധാനമായിട്ടും ആ കമ്പനിയോട് നമുക്ക് ഇഷ്ടമില്ല അല്ലെ, സ്വാധീനമുള്ള ഘടകമാണ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ് കമ്പനി. കമ്പനിയോട് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരവസ്ഥയാണെന്ന് വെച്ചു. ദേ ആർ ദ വേഴ്സ്റ്റ് സപ്ലൈ ഫ്രം ഐ ഹാവ് എവർ ഡീൽഡ് വിത്ത്. അതായത് കോഗ്നിറ്റീവ് കമ്പോണന്റ്. അപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ മനോഭാവത്തിൽ എന്താണ് നമ്മൾ പ്രധാനമായിട്ടും പ്രത്യേകിച്ച് അല്ലെ ഒരു താല്പര്യമൊന്നുമില്ല. അപ്പൊ വിതരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വലിയ കാര്യങ്ങളൊന്നുമില്ല, കാരണം നമുക്ക് ആ കമ്പനിയോട് വലിയ താല്പര്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും റിസൾട്ട്. അപ്പൊ നമ്മള് ഗുണമേന്മയ്ക്കൊന്നും പ്രാധാന്യമൊന്നും കൊടുക്കാതെ വെറുതെ പ്രൊഡക്ഷൻ ഉണ്ടാക്കും അല്ലെ. നമ്മൾ ഉത്പാദിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ ഉത്പാദിപ്പിക്കും, പക്ഷെ നമുക്ക് ആ കമ്പനിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ എന്താണ് ഗുണമുള്ള സാധനം എന്നായിരിക്കണമെന്നില്ല, ഒരു പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കും. ഐ വിൽ നെവർ ഡു ബിസിനസ് വിത്ത് ദ അഫ്ഗാൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു അത് മനഃപൂർവ്വമായിട്ട് ഒരു കാര്യം അല്ലെ, നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ അതിങ്ങനെ എന്താ പറയുക യാന്ത്രികമായിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണ് അവിടെ നടപ്പാക്കുന്നത്. അതാണ് കമ്പനി വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വൈഡായിട്ട് മനസ്സിലാക്കാനില്ല. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ മനോഭാവങ്ങൾ വെച്ചിട്ട് ആയിരിക്കും നമ്മളൊരു ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇതിനൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചോദിക്കുന്നതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ആറ്റിറ്റ്യൂഡ് എന്താന്നുള്ളത് ജസ്റ്റ് എന്തായാലും നോക്കിയിട്ട് വേണം. ഒരു ലാസ്റ്റ് ഒരു പാരഗ്രാഫ് കൂടി പറയുന്നുണ്ട്. പീപ്പിൾ ട്രൈ ടു മെയിൻറ്റെയിൻ consistently among three components of their attitude. However, situations can occasionally occur that result in a conflicts. നമുക്കറിയാം ചിലപ്പോഴൊക്കെ എന്താണ് തർക്കങ്ങളിലേക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യത എന്ന് പറയുന്നത് നല്ല മനോഭാവങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും തർക്കങ്ങളിലേക്കൊക്കെ ആയിരിക്കും അവശേഷിക്കുക. The conflict that individuals may experience among their own attitude is called cognitive dissonance. അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത് നമ്മള് അല്ലെ നല്ല കൃത്യമായിട്ട് തന്നെ നമ്മുടെ ഡ്യൂട്ടി മനോഭാവം ചെയ്യാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് അതിനോട് താല്പര്യമില്ലാത്തതാണ് അല്ലെ. വ്യക്തികൾ സ്വന്തം മനോഭാവ രീതിയിൽ അനുഭവിച്ചേക്കുന്ന സംഘർഷങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സംഘർഷം വരുമ്പോഴാണ്, നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു, നമ്മുടെ മൈൻഡിൽ ഒരു സംഘർഷം വന്നപ്പോഴാണ് ആ വ്യക്തിക്ക് നല്ലൊരു സേവനം കാഴ്ചവെക്കാനായിട്ട്, അപ്പൊ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ടും തന്നെ ചിലപ്പോൾ ആ പേഷ്യന്റിനെ ശുശ്രൂഷിക്കാനായിട്ട് തയ്യാറാകും. അതേസമയം നമുക്ക് നല്ല മനോഭാവങ്ങൾ ഇല്ല എങ്കിലും തീർച്ചയായിട്ടും എന്താണ് ഒരു ഡിസോൺസൈലൻസ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും നമ്മൾ അവിടെ അവലംബിക്കുന്നത്. അപ്പൊ അവന്റെ സ്വന്തം ആറ്റിറ്റ്യൂഡാണ് അവിടെ പ്രതിഫലിച്ച് കാണുന്നത്. പ്രത്യേകിച്ച് ഒന്നും കാണാറില്ല, ഇല്ല പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ കണ്ടിട്ട് കാണാറില്ല, പക്ഷെ ആറ്റിറ്റ്യൂഡ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയെടുക്കാനുള്ള സമയം എന്തായാലും നെക്സ്റ്റ് ഡേ നിശാമിസിന്റെ ക്ലാസ് ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ. ബോറാവില്ലല്ലോ അല്ലെ? മിസ്സിന്റെ ക്ലാസ് വന്നെടുക്കുന്നതിന് ബുദ്ധിമുട്ടാവോ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അധികം തീർക്കാനുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കാം, എവിടെയെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കേസ് ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കി തരട്ടെ, കാരണം ഇവിടെ ഇമ്പോർട്ടന്റ് ഫോമിൽ എടുത്തിട്ടേക്കുന്ന കാരണം കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടില്ല. എങ്കിൽ കൂടി എന്താണ് ദ കോൺഫ്ലിക്റ്റ് ദാറ്റ് ഇൻഡിവിജ്വൽസ് മേ എക്സ്പീരിയൻസ് എമംഗ് ദിയർ ഓൺ ആറ്റിറ്റ്യൂഡ് ഇസ് കോൾഡ്. അതായത് മനസ്സിന്റെ എന്താണ് സംഘർഷങ്ങൾ അല്ലെ, അവിടെ മനസാക്ഷികൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഒരു പരിണത ഫലമാണ് എന്താണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്.
വ്യക്തികൾ സ്വന്തം മനോഭാവങ്ങൾക്കിടയിൽ അനുഭവിക്കുന്ന സംഘർഷത്തെ അല്ലെ സംഘർഷത്തെയാണ് നമ്മൾ എന്താ പറയുന്നത് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മനോഭാവം വരുന്നു അല്ലെ നമ്മുടെ മനസ്സിന് ഒരു സംഘർഷം വരുമ്പോഴാണ് നമ്മൾ റിസൾട്ട് ആയിട്ട് അവരോട് രണ്ട് രീതിയിൽ പെരുമാറുന്നത്. ഒന്ന് നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് ഡ്യൂട്ടിയിൽ മാത്രം എന്താണ് റെസ്പോണ്ട് ചെയ്തിട്ട് നമ്മൾ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. മറ്റൊന്ന് എന്താണ് നമ്മുടെ മനസാക്ഷിയും കൂടി ഒപ്പം ഡ്യൂട്ടിയും കൂടി അക്കമ്പനി ചെയ്ത് അല്ലെ ഒന്നിച്ച് നിന്നുകൊണ്ടാണ് അവിടെ നമ്മളുടെ പ്രവർത്തനം അവിടെ സാധ്യമാക്കുന്നത്. അപ്പൊ മനസ്സിന്റെ സംഘർഷത്തിനെയാണ് എന്താണ് കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.